അദ്ധ്യായം 75 സൂറത്തുൽ ഖിയാമ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 40. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. വചനം 1. വാക്കർത്ഥം. ലാ ഉഖ്സിമു, ഞാൻ സത്യം ചെയ്തു പറയുന്നു, ബിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിനെ കൊണ്ട്. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ അഥവാ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. വചനം 2. വാക്കർത്ഥം. വലാ ഉഖ്സിമു, സത്യം ചെയ്തു പറയുകയും ചെയ്യുന്നു, ബിന്നഫ്സി, ആത്മാവിനെ അഥവാ മനസ്സിനെ കൊണ്ട്. ലൗവാമ, ആക്ഷേപക്കാരിയായ, അധികം കുറ്റപ്പെടുത്തുന്ന. വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലൗവാമ, ആക്ഷേപക്കാരിയായ ആത്മാവിനെ അഥവാ മനസ്സിനെ കൊണ്ടും ഞാൻ സത്യം ചെയ്തു പറയുന്നു. വചനം 3. വാക്കർത്ഥം. അയഹ്സബുൽ ഇൻസാനു, മനുഷ്യൻ ഭാവിക്കുന്നുവോ, ഗണിക്കുന്നുവോ, അല്ലൻ നജ്മഅ, നാം ഒരുമിച്ച് കൂട്ടുന്നതേ അല്ലെന്ന്. ഇളാമ, അവൻ്റെ അസ്ഥി അഥവാ എല്ലുകളെ. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമഹു, മനുഷ്യൻ ഗണിച്ചുകൊണ്ടിരിക്കുന്നുവോ, അവൻ്റെ എല്ലുകളെ നാം ഒരുമിച്ച് കൂട്ടുന്നതേയല്ല എന്ന്. വചനം 4. വാക്കർത്ഥം. ബല, ഇല്ലാതെ, അതെ, ഖാദിരീന, കഴിവുള്ളവരായിക്കൊണ്ട്, അല അൻ നുസവ്വിയ, നാം ശരിപ്പെടുത്തുവാൻ, ബനാന, അവൻ്റെ വിരൽത്തലപ്പുകളെ അഥവാ സന്ധിയെല്ലുകളെ. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാനഹു, ഇല്ലാതെ അവൻ്റെ വിരൽത്തലപ്പുകളെപ്പോലും ശരിപ്പെടുത്തുവാൻ കഴിവുള്ളവരായിക്കൊണ്ട്, അഥവാ നാം അത് ചെയ്യും. 1 മുതൽ 4 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. ലാ ഉഖ്സിമു എന്ന വാക്കിന് ഞാൻ സത്യം ചെയ്ത് പറയുന്നു എന്ന് അർത്ഥം കൽപ്പിച്ചതിനെക്കുറിച്ച് സൂറത്തുൽ വാഖിഅ വചനം 75 വ്യാഖ്യാനത്തിൽ വിവരിച്ചത് ഓർക്കുക. ഒന്നാമതായി ഖിയാമത്ത് നാളിൻ്റെ പേരിലും, രണ്ടാമതായി ആക്ഷേപക്കാരിയായ ആത്മാവിൻ്റെ അഥവാ മനസ്സിൻ്റെ പേരിലും അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറയുന്നു. മനുഷ്യൻ്റെ മരണശേഷം അവൻ്റെ അസ്ഥികളെ മുഴുവനും ഒരുമിച്ച് കൂട്ടി അവനെ നാം പുനർജീവിപ്പിക്കുന്നതാണ്. നാം അത് ചെയ്യുകയില്ലെന്നോ നമുക്കതിന് കഴിയുകയില്ലെന്നോ അവൻ ഭാവിക്കുന്നുണ്ടെങ്കിൽ ആ ഭാവന വിട്ടേക്കട്ടെ. തീർച്ചയായും നാം അത് ചെയ്യുക തന്നെ ചെയ്യും. അവൻ്റെ വിരൽത്തലപ്പുകൾ പോലും അഥവാ ഓരോ സന്ധിയെല്ലും അതതിൻ്റെ സ്ഥാനത്തു വച്ച് ശരിപ്പെടുത്തിക്കൊണ്ട് തന്നെ അത് ചെയ്യാൻ നമുക്ക് തികച്ചും കഴിവുണ്ട്. മനുഷ്യ മനസ്സിനെ ആക്ഷേപക്കാരി, ലൗവാമ, അഥവാ വളരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിശേഷിപ്പിച്ചത് വളരെ അർത്ഥവത്താകുന്നു. ഒരു തെറ്റായ കാര്യം ഒരാൾ ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സാക്ഷി അവനെ കുറ്റപ്പെടുത്തുന്നു. അത് അരുതാത്തതാണെന്ന് അവൻ്റെ മനസ്സ് അവനോട് മന്ത്രിക്കാതിരിക്കുകയില്ല. ഒരു നന്മ ചെയ്ത ശേഷം പലപ്പോഴും അതിനേക്കാൾ നന്നാകുമായിരുന്ന മറ്റൊന്ന് ചെയ്യാത്തതിനെപ്പറ്റി മനസ്സിൽ ആക്ഷേപം ഉയരുന്നു. എന്തിനത് ചെയ്തു, എന്തിനത് തിന്നു, എന്തിനത് പറഞ്ഞു, എന്തുകൊണ്ടിത് ചെയ്തില്ല, എന്തുകൊണ്ടിത് പറഞ്ഞില്ല എന്നിത്യാദി ആക്ഷേപങ്ങൾ പുറപ്പെടുവിക്കാത്ത മനുഷ്യ മനസ്സ് ആർക്കാണുള്ളത്? യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടച്ചും ദൃഷ്ടാന്തങ്ങളെ അവഗണിച്ചും സത്യനിഷേധം നടത്തുന്നവരും വീണ്ടുവിചാരമോ ഉപദേശം കേൾക്കുവാനുള്ള സന്നദ്ധതയോ ഇല്ലാത്തവരും ഭാവിയെപ്പറ്റി ചിന്തിക്കാറില്ലാത്തവരുമെല്ലാം തന്നെ ഒരിക്കൽ തങ്ങളെ തന്നെ പഴിക്കുകയും
തീരാത്ത ഖേദത്തിലായി തീരുകയും ചെയ്യുന്നു. സൽക്കർമ്മങ്ങൾ കുറേയെല്ലാം ചെയ്തിരുന്നാലും പരലോകത്ത് വച്ച് ലഭിക്കുന്ന അവർണ്ണനീയമായ സുഖസൗകര്യങ്ങൾ കാണുമ്പോൾ അയ്യോ, കുറേ കൂടി സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്തു വച്ചിരുന്നെങ്കിൽ നന്നായേനെ എന്ന് മനുഷ്യൻ വിലപിച്ചു പോകും. ചുരുക്കത്തിൽ, മനസ്സിൻ്റെ ആക്ഷേപത്തിന് ഒട്ടും വിധേയനാകാത്ത മനുഷ്യനെ കാണുവാൻ പ്രയാസം.